ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശ്രീലങ്കൻ സ്വീറ്റ് ആയിട്ടുള്ള ലവാരിയാണ്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് ഒരെണ്ണം മതിയാവും വയറ് നിറയാനായിട്ട്. അപ്പോൾ ശ്രീലങ്കൻ സ്വീറ്റ് ആയിട്ടുള്ള ഈ ലവാരിയ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ശർക്കര ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 2 സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര ഒന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് ശർക്കരയുടെ വെള്ളവും അതുപോലെ തന്നെ തേങ്ങയുടെ വെള്ളവും ഒക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. അതുവരേക്കും നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വെള്ളം ഒന്ന് വറ്റി വരാറാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് വെള്ളം വറ്റുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇനി നമ്മുടെ ഈ ഒരു സ്വീറ്റിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ള് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മാവിന് പശപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സ്വീറ്റിൻ്റെ പുറം ഭാഗം കുറച്ചൊന്ന് സ്വീറ്റായിട്ടിരിക്കും. അതിലേക്ക് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ട് പോകാൻ പാടില്ല. ഇതുപോലെ കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കത്തക്ക രീതിയിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ഈ മാവ് നമുക്കൊരു സേവനാഴിയിലേക്കൊന്ന് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കറക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് സ്മൂത്തായിട്ടൊന്ന് കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സേവനാഴിയുടെ ഉള്ളിലായിട്ട് 2-3 തുള്ളി എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ മൊത്തത്തിൽ എണ്ണയൊന്ന് ആയി കിട്ടും. അതിനുശേഷം നമ്മൾ മാവ് ഇതിലേക്ക് നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതൊന്ന് കറക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള മാവെല്ലാം തന്നെ ഈ സേവനാഴിയിലേക്ക് ഒന്ന് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ ഒന്ന് കറക്കിയെടുക്കുന്ന പോലെ തന്നെ ഒന്ന് എടുക്കണം. അപ്പോൾ നമ്മളിത് കറക്കി ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു വാഴയിലയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിലോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിലൊരല്പം എണ്ണയൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ചൊന്ന് നീളത്തിലൊന്ന് മാവൊന്ന് കറക്കി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കറക്കി ഒഴിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് തിന്നായി പോവാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് തിക്കായിട്ട് മാവിരിക്കാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം ഒന്ന് കറക്കി ഒഴിക്കാനായിട്ട്. ഒരു 2 ലെയർ വരത്തക്ക രീതിയിൽ വേണം ഒന്ന് കറക്കി ഒഴിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കട്ടിയോ അല്ലാതെ അതുപോലെ തന്നെ ഫില്ലിംഗ് ഒന്നും പൊളിഞ്ഞു പോകാത്ത രീതിക്കും കിട്ടുകയുള്ളൂ. ഇപ്പം ഞാനൊരു 2 ലെയർ വരത്തക്ക രീതിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കൈപ്പത്തിയുടെ നീളത്തിലൊക്കെ ഒന്ന് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഈ മാവ് ഇലയിലേക്കൊന്ന് കറക്കി ഒഴിച്ചു കൊടുക്കാം. മാവ് കറക്കി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഫില്ലിംഗ് എല്ലാം തന്നെ നടുവിലായിട്ടൊന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചെടുക്കാം. ഫില്ലിംഗ് ഒട്ടും തന്നെ പുറത്തു പോകാത്ത രീതിക്ക് വേണം ഇതൊന്ന് അടച്ചെടുക്കാനായിട്ട്. നമ്മൾ വാഴയിലയിൽ എണ്ണ പുരട്ടി കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് 2 സൈഡും ഒന്ന് ചരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈസി ആയിട്ട് തന്നെ അടച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്കൊന്ന് ഒരു റോള് പോലെ ഒന്ന് ആയി കിട്ടും. ഈ ഇല വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ചേർത്തൊന്ന് ഒട്ടിച്ച് എടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഫില്ലിംഗ് ഒട്ടും തന്നെ പുറത്തു പോകാത്ത രീതിക്ക് നമുക്ക് ഈ ലവാരിയ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ചേർത്തൊന്ന് അടച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് പ്ലേറ്റിലാണോ നമ്മൾ വേവിക്കാനായിട്ട് വെക്കുന്ന ആ പ്ലേറ്റിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒരു വാഴയിലയിൽ എണ്ണ പുരട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലെടുക്കാതെ ഈ ഒരു വാഴയില വെച്ചിട്ട് തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്.
ഇതുപോലെ ഞാൻ ബാക്കി 3 കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലേറ്റ് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഞാൻ 20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ശ്രീലങ്കൻ ലവാരിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. കുട്ടികൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ലവാരി എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.